നമ്മുടെ ആഗോള പൊതുജനാരോഗ്യ പ്രവർത്തകർ നേരിട്ടൊരു വലിയ പ്രശ്നമാണ് എങ്ങനെയാണ് ആളുകളെ സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരിക. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് സാർ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി തുടങ്ങിവെച്ച ജനകീയ ക്യാമ്പയിനിലൂടെ കേരളം കണ്ടെത്തിയിരിക്കുന്നതും കേരളം ലോകത്തോട് നൽകുന്നൊരു സന്ദേശം കൂടിയാണ് അത് സാർ. ഒരു വലിയ മൂവ്മെൻ്റാണ് സാർ. അതിലെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാർ. രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകൾ, യുവജന സംഘടനകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചണി ചേർന്നുകൊണ്ടാണ് സാർ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള 12 മാസ ക്യാമ്പയിനാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു മാസം 13 ലക്ഷത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട് സാർ. ഇതൊരു മാസ് മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു മാസ് മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ HPV വാക്സിൻ്റെ കാര്യം പറഞ്ഞു സാർ, അതിൽ പിന്തുണ നമുക്ക് ലഭിക്കുന്നത്. മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സാർ. കാരുണ്യ സ്പർശം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ. അതായത് ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഏറ്റവും മിനിമം നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകും. അതാണ് ഞാൻ പറഞ്ഞത്. 1,10,000 രൂപയുള്ള ഒരു മരുന്നിന് 12,000 രൂപ എന്നുള്ളത് വാസ്തവത്തിൽ അത് സർക്കാർ സാധ്യമാക്കിയതാണ്. അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട്.